പണ്ട് ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. മുത്തശ്ശിയുടെ കൂട്ടുകാരായിരുന്നു കുട്ടുവും മിട്ടുവും. രണ്ടുപേര് നല്ല കൂട്ടുകാരായിരുന്നു. മുത്തശ്ശിക്ക് അവർ മക്കളെ പോലെയാണ്. കുട്ടികളെ, കുട്ടുവിനെ കണ്ടിട്ടുണ്ടോ? ഇതാണ് കുട്ടു, ഒരു കുരങ്ങൻ. മിട്ടുവിനെ കണ്ടിട്ടുണ്ടോ? ഇതാണ് മിട്ടു, ഒരു തവള. കുട്ടുവും മിട്ടുവും കൂടി ഒന്നിച്ച് സ്നേഹത്തോടെ ഇങ്ങനെ പാടും: ഞങ്ങൾ രണ്ടും ഒന്നാണ്, ഞങ്ങൾ രണ്ടും രണ്ടല്ല. മുത്തശ്ശിയുടെ മുടിയാകെ വെളുത്തിട്ടല്ലേ? അത് കണ്ട് കുട്ടുവും മിട്ടുവും കൂടി മുത്തശ്ശിയെ പറ്റി സ്നേഹത്തോടെ ഇങ്ങനെ പാടും: ഞങ്ങൾക്കുണ്ടൊരു മുത്തശ്ശി, തല വെളുത്തൊരു മുത്തശ്ശി. മുത്തശ്ശിയുടെ മുടിക്ക് എന്തൊരു വെളുപ്പ് നിറമാണ്. അവർ വീണ്ടും പാടും: ഞങ്ങൾക്കുണ്ടൊരു മുത്തശ്ശി, നരവന്നുള്ളൊരു മുത്തശ്ശി. മുത്തശ്ശിക്ക് വയസ്സായില്ലേ? വായിലാണെങ്കിൽ ഒറ്റ പല്ലുമില്ല, തൊണ്ടുകാട്ടി ഒരു ചിരിയാണ്. ഞങ്ങൾക്കുണ്ടൊരു മുത്തശ്ശി, പല്ലില്ലാത്തൊരു മുത്തശ്ശി. മുത്തശ്ശിക്ക് വയസ്സായി, നടക്കാനൊക്കെ പ്രയാസമാണ്. ഒരു വടിയും കുത്തിപ്പിടിച്ചാണ് മുത്തശ്ശിയുടെ നടത്തം. ഞങ്ങൾക്കുണ്ടൊരു മുത്തശ്ശി, വടിയും കുത്തി നടക്കും മുത്തശ്ശി. ഒരു ദിവസം കുട്ടുവിന്റെ അമ്മ അപ്പം ചുട്ടു, അട ചുട്ടു. അപ്പം തിന്നാൻ അച്ഛൻ വന്നു, അട തിന്നാൻ അണ്ണൻ വന്നു, മുത്തശ്ശിയും വന്നു. അപ്പവും തിന്ന് അടയും തിന്ന് കുട്ടുവും മിട്ടുവും മുത്തശ്ശിയും മല കയറാൻ പോയി. കൂടെ കൂടാൻ ആമ പോയി. ആമ പറഞ്ഞു: അണ്ടുണ്ടും ഞാനുണ്ടും പിന്നാലെ. കൂടെ കൂടാൻ ആടും പോയി. ആട് പറഞ്ഞു: അണ്ടുണ്ടും ഞാനുണ്ടും പിന്നാലെ. കുഞ്ഞിക്കാറ്റിൽ കലപില കൂട്ടും ഇലകൾക്കുള്ളിലെ തത്തമ്മ ഇണയോടൊത്തു പാറി വന്നു മുത്തശ്ശിയരികിലിരിപ്പായി. ഞാനും പോരും നിങ്ങളുടെ കൂടെ എന്നു പറഞ്ഞ് ഇരിപ്പായി, ഇമ പൂട്ടാതെ ഇരിപ്പായി. പോകുന്ന വഴി മുത്തശ്ശി നല്ലൊരു പാട്ടുപാടി: മൂളി മൂളിപ്പാറി വരും ഈച്ച പാടുന്നു, ഈറമുളയിൽ കാറ്റു തട്ടി ഈറമുളയും പാടുന്നു, ഈണം മൂളിപ്പാടുന്നു, വണ്ടുകൾ കൂടെ പാടുന്നു. കണ്ണും തുറന്നു വെച്ച് ഉപ്പൻ കിടകിടെ പാറേറ്റി ഉറിയിൽ നിന്നും അരിച്ചു വന്നു ഉറുമ്പുറുമ്പ് ചങ്ങാതി. എല്ലാരും കൂടെ നടന്ന് നടന്ന് നേരെ ഉച്ചയായി. അപ്പോൾ അതാ ഒരു കരടിക്കുട്ടൻ. അവൻ ഒരു മരത്തിൽ ഊഞ്ഞാൽ കെട്ടി ആടുകയായിരുന്നു. ഊണ് കഴിക്കുകയായിരുന്നു വികൃതിയായ മുയൽ. മല കയറാൻ പോകുന്ന കാര്യമറിഞ്ഞപ്പോൾ വേഗത്തിൽ അവരും ഒപ്പം കൂടി. പാവം മുത്തശ്ശി, നടക്കാൻ വയ്യ, വല്ലാത്ത ക്ഷീണവും, കുറച്ചു വിശ്രമിക്കണം. അപ്പോഴാണ് ഋഷിയുടെ വള്ളിക്കുടിൽ കണ്ടത്. വള്ളിക്കുടിലിന്റെ മുറ്റത്തൊരു ഋഷഭം കിടക്കുന്നു. എല്ലാ കാര്യവും അവർ ഋഷിയോട് പറഞ്ഞു. മലകയറ്റം മറ്റൊരവസരത്തിലാകാം എന്ന് പറഞ്ഞ് ഋഷി അവരെ സമാധാനിപ്പിച്ചു. ഋഷിയുടെ അനുഗ്രഹവും വാങ്ങി എല്ലാവരും വീട്ടിലേക്ക് മടങ്ങി.